ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു പോം-പോം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൂളൻ ത്രെഡും സ്കെയിലും കത്രികയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് കൂടിയാണിത്. അപ്പോൾ ഈ പോം-പോം നമുക്ക് കീചെയിൻ ആക്കാനും അതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനും ഫ്ലവേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പോം-പോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്ക് പേജിൽ കൂടി സപ്പോർട്ട് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് പോം-പോം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 3 ത്രെഡ്സ് എടുത്തിട്ടുണ്ട്. റോസ്, ഗ്രീന്, വൈറ്റ്. അപ്പോൾ ഞാൻ ഈ 3 ത്രെഡ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പോം-പോമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം. അതിനുശേഷം ഒരു സ്കെയിലും ഒരു സിസേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കെയിൽ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സ്കെയിലാണ് കേട്ടോ നമ്മളിത് ചുറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു കളറിന് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ സ്കെയിലിൻ്റെ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സെല്ലോ ടാപ്പ് ഇട്ടിട്ട്. നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ത്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ത്രെഡ് ആദ്യം ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചുറ്റുന്നത് റോസാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ട് ഗ്രീൻ ത്രെഡും ചുറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത ഈ ത്രെഡ്സ് ഫുള്ള് വൂളൻ ത്രെഡ്സ് ആണ്. ഇനി തൊട്ടപ്പുറത്ത് വൈറ്റും ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്നതിന് പകരം ഒരു കളർ മാത്രം ചെയ്യാം. അതേപോലെ തന്നെ ഈ 3 കളറും എടുത്തിട്ട് മിക്സ്ഡ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഈ 3 കളർ എടുക്കുന്നതിന് പകരം 2 കളറോ അതിലേറെ കളറൊക്കെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഒരു ടാപ്പ് ചെയ്ത് കൊടുത്തത് അഴിച്ചിട്ട് ഇതേപോലെ ത്രെഡ്സ് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ആ നൂല് അങ്ങനെ ഒട്ടിച്ച് വെച്ചത് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 3 കളർ ചുറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ത്രെഡ്സ് നമ്മളിങ്ങനെ ഊരിയെടുക്കുമ്പോൾ എല്ലാം കൂടി സെപ്പറേറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ആ ഒരു നൂല് അവിടെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കത് കെട്ടിക്കൊടുക്കാൻ സിമ്പിളായിരിക്കും കേട്ടോ. ഒറ്റ ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉള്ളിൽ ത്രെഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് അത് കെട്ടിക്കൊടുക്കാം. നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ത്രെഡ്സും എല്ലാം അഴിഞ്ഞു പോരും. നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ ഇനി, അപ്പോൾ അത് അഴിഞ്ഞു പോരും. അങ്ങനെ അത് കെട്ടിക്കൊടുത്തതിന് ശേഷം ആ മടങ്ങി നിൽക്കുന്ന ത്രെഡ്സ് എല്ലാം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കത്രിക ഇട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു പോം-പോം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലായിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സർക്കിൾ ഷേപ്പിലാണ് എടുക്കുന്നത്. അങ്ങനെ അത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടയ്ക്ക് വെച്ച് കൈ വെച്ച് ഇതേപോലെ ആക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും കറക്റ്റായിട്ട് എവിടെയെങ്കിലും നൂല് പൊങ്ങി കിടക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ പോം-പോം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോം-പോം വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ വീതി കൂട്ടിയാലൊക്കെ മതി കേട്ടോ. അതേപോലെ തന്നെ ത്രെഡ്സ് എത്ര കൂടെ കൂടുതലായിട്ട് ചുറ്റുന്നോ അത്രയും നല്ലതായിട്ട് നമ്മുടെ പോം-പോം കിട്ടും. അപ്പോൾ ഞാൻ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വേറൊരു പോം-പോം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി വലുതാണ്. ഇനി നമുക്ക് പോം-പോം വെച്ചിട്ട് എങ്ങനെ കീചെയിൻ ഉണ്ടാക്കാമെന്ന് കൂടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു റിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കീചെയിനൊക്കെ ഇടുന്ന ഒരു റിങ് ആണ് ഇത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വലിയ പോം-പോമിൽ ഞാൻ ഇതേപോലെ ഒരു റാ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ നേരത്തെ മടങ്ങി നിന്നിട്ടുള്ള ആ ഒരു ത്രെഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ അതിലൊരു ത്രെഡ് കട്ട് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് ഹാങ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതേപോലെ കീചെയിൻ്റെ റിങ്ങിലിടാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീചെയിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.